ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഇന്ന് 25th. അപ്പോൾ നാളെ ഇപ്പം ഹോളിഡേ ആണ് മാർക്കറ്റ്. അതുകൊണ്ട് മാർക്കറ്റിൽ ഇന്ന് ആൻഡ് മറ്റന്നാൾ എക്സ്പയറി ആണ്. സോ ഇനി 2 ദിവസം മാർക്കറ്റ് ഇങ്ങനെ വലിയ മൂവൊന്നും ചെയ്യില്ല. ജസ്റ്റ് അതേ ലെവലിൽ തന്നെ നിൽക്കാനാണ് സാധ്യത. വലിയ ഫോളോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഞാനിന്ന് കാണുന്ന ചില നല്ല സ്റ്റോക്സുകൾ കാണുന്ന ഒന്ന് പവർ ഗ്രിഡ് എന്നുള്ള സ്റ്റോക്കാണ്. അത് 250 ആ ലെവലൊക്കെ ഇറ്റ് ഈസ് ഒരു അട്രാക്റ്റീവ് പ്രൈസ് തന്നെയാണ് പവർ ഗ്രിഡ് സ്റ്റോക്ക്. സോ ഇതൊരു ബൈ റെക്കമെൻഡേഷൻ അല്ല ഞാൻ കാണുന്നത്, സെൽ റെക്കമെൻഡേഷനും അല്ല, എൻ്റെ ഒരു വ്യൂ ആണിത്. അതുപോലെ വേറൊരു സ്റ്റോക്ക് അഡാനി പവർ ഈസ് ഓൾസോ സംവെയർ ബിലോ 450. Adani Power is, the right price, I think so. Varun Beverages is another stock. You can consider small staggered while ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് ആയിരിക്കും. ഇഫ് യു ഗെറ്റ് സംവെയർ 450 ബിലോ ഒക്കെ വരുൺ ബീവറേജസിൻ്റെ ഇസ് എ ഗുഡ് പ്രൈസ്, ഐ തിങ്ക് സോ. അതുപോലെ ഭാരതി എയർടെൽ എൻ്റെ കറക്ഷൻ കഴിഞ്ഞു. 1730 പോയി ഒരു 1580 ആ റേഞ്ചിലൊക്കെ ഭാരതി എയർടെൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഒരു സോണാണ് അത്. ബൈ സോൺ തന്നെയാണ് ഭാരതി എയർടെലിൻ്റെ. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എത്രമാത്രം ടാലൻറ്റഡ് ആയിരിക്കും, ഹാർഡ് വർക്കിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ തന്നെ ശരിയായിരിക്കും, നിങ്ങൾക്ക് നോളജ് ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാന കാരണം വെച്ചാൽ യു നീഡ് സം ലക്ക് ഓൾസോ. സോ ദാറ്റ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. in many case also, പക്ഷേ എസ്പെഷ്യലി ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. സോ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്ക് ഒരു വലിയൊരു എക്കണോമിസ്റ്റ് ബ്രാങ്കോ എന്നുള്ളൊരു എക്കണോമിസ്റ്റ് ഉണ്ടായിരുന്നു. ആൾ പറഞ്ഞത് വെച്ചാൽ നിങ്ങളെ ഈ റഫ്ലി നമ്മളെ വാരിയൻസ് ഓഫ് ഇൻകം ഡിപ്പെൻഡ് ചെയ്യുന്നത് 2 ഫാക്ടറിലാണ്. അത് നിങ്ങൾ ഏത് കൺട്രി ഓഫ് റെസിഡൻസ് ആണ്, ആ കൺട്രിയിലുള്ള ഇൻകം ഡിസ്ട്രിബ്യൂഷൻ വിത്തിൻ ദ കൺട്രി. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾ സുഡാനിലോ സൊമാലിയയിലോ ഇന്ത്യയിലോ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറൻസിക്ക് എന്താ വാല്യൂ ഉള്ളത്? ഈ നേപ്പാൾ ബോർഡർ കഴിഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും ആ കറൻസി എന്താ അതിന് വാങ്ങാൻ പറ്റുന്നുള്ള കാര്യം. സോ അതുപോലെ ഓരോ കൺട്രി ഓഫ് റെസിഡൻസും ഇൻകം ഡിസ്ട്രിബ്യൂഷൻ വിത്തിൻ ദ കൺട്രി അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതാണ് ഈ എക്കണോമിസ്റ്റ് ബ്രാങ്കോ എന്ന് പറഞ്ഞാൽ അതൊരു വേൾഡ് ഫേമസ് എക്കണോമിസ്റ്റുകളായിരുന്നാണ്. പിന്നെ അതുപോലെ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഒരിക്കൽ പറഞ്ഞ എബിലിറ്റി ഈസ് ഓഫ് ലിറ്റിൽ അക്കൗണ്ട് വിത്തൗട്ട് ഓപ്പർച്യൂണിറ്റി. Anyway, thank you very much for being my channel. Kindly do subscribe my channel. That's my humble request to you. Have a nice day.